ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ എനിക്കൊരു റീ ഓപ്പണിംഗ് ഇനാഗ്രേഷൻ ഗസ്റ്റ് ആയിട്ട് പോകണം. നമ്മുടെ മച്ച്മോറിലേക്കാണ് കേട്ടോ. ഈ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് മച്ച്മോറാണ്. നമ്മുടെ ഏതൊരു ഒക്കേഷൻ എടുത്ത് നോക്കിയാലും അതിനൊക്കെ നമുക്ക് ഡ്രസ്സ് ചെയ്ത് തരുന്ന മച്ച്മോറാണ്. അപ്പോൾ അവരുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ജയലക്ഷ്മിയുടെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അവിടെ ഓൾറെഡി ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടി വലുതാക്കി റെനോവേറ്റ് ചെയ്തിട്ട് റെഡിമെയ്ഡ് സെക്ഷനും അതുപോലെ കസ്റ്റമൈസേഷൻ സെക്ഷനും സെപ്പറേറ്റ് ആയിട്ട് വലിയ ഒരു ഔട്ട്ലെറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട്. 10 മണിക്കാണ് നമുക്ക് ഫംഗ്ഷൻ ഉള്ളത്. നല്ല വെയിലാണ്. അതെ, ഞാനിവിടെ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട്, പക്ഷെ എന്നാലും മുഖത്ത് നല്ല വെയിലടിക്കുന്നുണ്ട്. ഫിദൂട്ടി, ഹായ്. ഫിദൂട്ടിയുടെ മെയിൻ ഉമ്മ സൈഡിൽ വെയിലടിച്ചിരിക്കുന്നു ഗൈസ്. ഓക്കെ, എൻ്റെ കയ്യിൽ എനിക്കല്ല. ഓക്കെ, അപ്പൊ എന്താ പറയാൻ വന്നത് മറന്നുപോയി. ഫിദയുടെ കാര്യം എന്ന് പറയുമ്പോൾ ഫിദൂട്ടി വീട്ടിൽ രാവിലെ ഫാഷൻ ഷോ ആണ്. നമ്മളൊക്കെ ഓൾറെഡി ഓക്കെ പ്രോഗ്രാമിന് ഈ ഡ്രസ്സ് ഇടുന്നത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഫിദൂട്ടി രാവിലെ ടീഷർട്ട് ഇടുന്നു, അതിടുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന വ്യക്തികളാണ് ഇപ്പൊ വാപ്പായും ഫിദായും. ചുമ്മാണ് ഗൈസ്. അപ്പൊ പണ്ടൊക്കെ നേരത്തെ ഇറങ്ങുമായിരുന്നു. ഇപ്പൊ ഭയങ്കര ഡിലേ ആണ്. ഇങ്ങനെ നിക്കും, നിന്നിട്ട് വാപ്പ പറയാം ഞാൻ ഇറങ്ങിയേ പക്ഷെ ഒന്നും നമ്മളിറങ്ങി ഞാൻ ഇറങ്ങി എടുത്തോണ്ട് ഇറങ്ങി. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും നമുക്കിനി ഓക്കെ. അപ്പം സോപാനത്തിന്റെ അതിന്റെ ഗ്യാപ്പ് പോലെ ഉണ്ടാവില്ല, അതിന്റെ ഇടയിൽ കയറ്റി വെച്ചിരിക്കുന്നു. അപ്പം ഇനി നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. മച്ച്മോറിനെ കുറിച്ചും വിജയചേച്ചിനെ കുറിച്ചും പറഞ്ഞു. ഇതാണ് നമ്മുടെ സ്വന്തം വിജയചേച്ചി. ചേച്ചി എന്താണ് ഞങ്ങളെ കുറിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ച് എന്താ പറഞ്ഞു, ഇവരൊക്കെയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നത്. തലേ ദിവസം വിളിച്ച് പറയും ചേച്ചി എനിക്ക് നാളെ ഷൂട്ട് ഉണ്ട്, എനിക്കൊരു ഡ്രസ്സ് വേണം. രാത്രി ഞാൻ 1 മണി 2 മണിയിലും ചെയ്ത് കൊടുത്തു തരും. അതിലാണ് കാര്യം. അതിലല്ലേ ലാസ്റ്റ് മൂമെന്റ് ഒരു കോള് വരും, ചേച്ചി എനിക്ക് അടിപൊളിയായിരുന്നു എന്നുള്ളത്. ഓൾട്രേഷൻ പോലും ആവശ്യം വരില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും. നമ്മുടെ സൈസ് ഇപ്പം മനപ്പാടാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോഴേ സൈസ് എടുക്കണം എന്നൊന്നും ചോദിക്കില്ല, അറിയാമോ? ബ്ലൗസ് ആണെങ്കിലും റെഡിമെയ്ഡ്സ് പുറത്തുള്ള എല്ലാ ഡ്രസ്സ് ഫിറ്റിങ്സ് നമ്മൾ പക്കയായിട്ട് ചെയ്തു കൊടുക്കും. ഫിഷ് കട്ടിന്റെ ആണെങ്കിലും മെർമെയ്ഡ് ആണെങ്കിലും എല്ലാം ബ്ലൗസ് ഒക്കെ എല്ലാവരുടെയും ഇപ്പൊ കാണാപ്പാടമാണ് എനിക്ക്. എല്ലാവരും പിന്നെ ഞങ്ങള് 4 പേര് ഉപ്പിട്ടിരുന്നത് മച്ച്മോറിന്റെ ഡ്രസ്സാണ് കേട്ടോ. ഡിസൈനിങ്ങും ഹാൻഡ് വർക്കും എല്ലാം ചെയ്യുന്നുണ്ട്. കൈ നിറയെ ചോക്ലേറ്റും ഫ്രൂട്ടിയും കൊച്ചു പിള്ളേരെ പോലെ വെള്ളം ബൊക്കെ. നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ഇന്നലെ എന്റെ സിസ്റ്റർ ആയിരുന്നു ഉണ്ടാക്കിയത്. ഞാൻ ഡ്യൂട്ടി അവൾക്ക് കൊടുത്തു. സാധാരണ വീട്ടിലെ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ഞാനായിരുന്നു. നിങ്ങളുടെ ഈ വർഷം ന്യൂ ഇയർ പ്ലാനിങ് എന്തൊക്കെയാണ്? ന്യൂ ഇയർ അല്ല, പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ദിവസം നന്നായിട്ട് ഇപ്പൊ എല്ലാം പ്ലാൻ ചെയ്തിട്ട് അത് നടത്താനായിട്ടിരിക്കുമ്പോൾ തലേന്ന് ഷൂട്ട് ഉണ്ട് കേട്ടോ എന്നും പറഞ്ഞോണ്ട് വിളി വരുന്നത്. പിന്നെ എന്തിനാ വെറുതെ ഇപ്പൊ സഡൻ പ്ലാനിങ്സ് ആയിരിക്കും മിക്കവാറും. അത് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്യും. അതെ, അല്ലാണ്ട് ഈ കുറെ ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്യുമ്പോൾ മിക്കവാറും നടക്കാറില്ല. വേറല്ല നടക്കുവാണെന്നുണ്ടെങ്കിൽ പറയാൻ നിനക്ക് നടന്നു പറയാം. എല്ലാ പ്രാവശ്യം നടക്കും.
പക്ഷെ ഞാൻ അതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇല്ലേ? പക്ഷെ ഒന്നും കുറയ്ക്കണം. ഇതിലും ഡയറ്റൊക്കെ ഞാൻ പിന്നെ എന്നെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഡയറ്റില്ല. ജിമ്മിൽ പോയി വർക്ക്ഔട്ടൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പോയിട്ട് ഒരു 2 months പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഷൂട്ട് 1-15 വരെ അങ്ങനെ കാണുമല്ലോ. മോർണിംഗ് ടു നൈറ്റ് മോർണിംഗ് 6 AM നമ്മൾ ഇറങ്ങിയാൽ 10 PM ഒക്കെ കഴിയും. പിന്നെ ജിമ്മൊക്കെ വർക്ക്ഔട്ടൊന്നും ടൈം കിട്ടാറില്ല. എങ്കിലും ജാനുവരി 1 എന്നാലും ചെയ്യുന്നവരുണ്ട്. കുറെ ആർട്ടിസ്റ്റുകളുണ്ട് ഷൂട്ട് കഴിഞ്ഞ് രാത്രി പോയി വർക്ക് ചെയ്യുന്നത്. രാത്രി പോയി ഫ്രഷ് ആയി ബെഡ് കണ്ടാൽ മതി ഫ്ലാറ്റ് ആവും. അത്രയ്ക്കും ടയർഡ് ആയിരിക്കും. പിന്നെ ജിമ്മിലും കൂടെ പോണെങ്കിൽ പിന്നെ ചത്തു നമ്മളില്ല. തീർന്നില്ലേ? കുടിക്കാൻ വലിയ ഹോട്ടലാണ് നിർമ്മിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞു കുഴപ്പമില്ല. അവിടെ വന്ന് ആരെന്ത് ചോദിച്ചാലും അവള് പൊതുവേ ഒരു ഇതിനും വരാറില്ല. അവളാണ് നല്ലത്. അവള് വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കാം. പേരെന്താ? പേരെന്താ? അത്ര അങ്ങോട്ട് കളിയാക്കാനുള്ളത് വന്നില്ല. കളിയാക്കാൻ തോന്നില്ല. ഇവിടെ വേറൊരു സുന്ദരി, ഇതാണ് നിജ ചേച്ചിയുടെ മോള്, നമ്മുടെ മഞ്ച്മോറിന്റെ ഫ്യൂച്ചർ ഇതിന്റെ എന്താ ഫാഷൻ ഡിസൈനിങ് പഠിക്കും. ഇവിടെ താല്പര്യമില്ലേ? അമ്മയുടെ ഉമ്മച്ചിയുടെ പാത പിന്തുടരാൻ ഇല്ലെന്ന് വേണ്ട. ഉമ്മച്ചി ഇത്രയും സ്ട്രഗിൾ ചെയ്യണം കൊണ്ട് തോന്നുന്നില്ല. അല്ല വയസ്സായിട്ട് നാളെ സ്റ്റിച്ച് ചെയ്യാൻ തരാൻ പറയാ. അമ്മയ്ക്കാണല്ലോ ബുട്ടിക്ക് വരണം. അമ്മയ്ക്ക് എല്ലാരും ഒരേപോലെ ഉമ്മച്ചിയും മോളൊക്കെ ഒരേപോലത്തെ പാറ്റേൺ ട്വിന്നിങ്ങിലാണ്. അതെ, മൊമാൻഡോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.